Good evening and welcome to A&M Express, presented by Time Express Cargo. ഞാൻ ആതിര. ഞാൻ മുരുകേഷ്. എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ രണ്ടുപേരും ഒരു കാര്യമില്ലാതെ അപ്പൊ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0423824991. അപ്പം പരിപാടി തുടങ്ങുന്നത് നമ്മളൊരു നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസ് ഈ വരുന്ന ഓഗസ്റ്റ് 31 വൈകുന്നേരം നടക്കാൻ പോവുകയാണ്. നിതം കൺസൾട്ടൻസി പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസ്. അമേരിക്കൻ അക്കാഡമി ഹെസ സ്ട്രീറ്റിലുള്ള ദുബായ് അമേരിക്കൻ അക്കാഡമിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. വൈകുന്നേരം 6:30 മുതൽ ഗേറ്റ്സ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ടിക്കറ്റ്സ് നമ്മുടെ ഇന്ന് വിളിക്കുന്ന എല്ലാ കോളേഴ്സിനും നമ്മളൊരു കപ്പിൾ ഇൻവൈറ്റ് കൊടുക്കുന്നതായിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ടിക്കറ്റ്സ് വേണോ, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, വിളിക്കാൻ പറ്റാത്തവർ, കോൾ കണക്ട് ആകാത്തവർക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ യു ക്യാൻ ഗോ ടു ticketify.com ആൻഡ് കളക്ട് യുവർ ടിക്കറ്റ്സ് ഓർ ബൈ യുവർ ടിക്കറ്റ്സ്. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പാടാൻ വരുന്നത് ഈ ഒരു മെലഡി ഈവനിങ് ബ്യൂട്ടിഫുൾ ആക്കാൻ വരുന്നത് നരേഷ് അയ്യറാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ UAE-യിലുള്ള 5 ടാലൻസ്, യങ് ടാലൻസ് അദ്ദേഹത്തിന്റെ കൂടെ പാടുന്നുണ്ട്. ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ അമേസിംഗ് ഈവനിങ്. ലാസ്റ്റ് ടൈം ആരാണ് വന്നത്? അഫ്സൽക്കയുടെ കൂടെ 5 പേര് പാടിയത് പിന്നെ വളരെ മനോഹരമായിരുന്നു. കൂടെയുള്ള ഓർക്കസ്ട്രയും ഒക്കെ ആയിട്ട്. അതെ, അതിന്റെ ബാൻഡ് അടിപൊളിയായിരുന്നു. അതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബാൻഡ് വാസ് അമേസിംഗ്. അപ്പം എന്തായാലും ഐ എം ഷുവർ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് ആയിരിക്കും. മറക്കണ്ട, which is the coming 31st Saturday. അമേരിക്കൻ അക്കാഡമിയുടെ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേജ് ആണ്. അതെ, നല്ല സൗണ്ട് സിസ്റ്റം ആണ് അവരുടെ തന്നെ. മിക്കവാറും ഇവരുടെ തന്നെ സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്യാനാണ് സാധ്യത. എനിവേസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, മിസ്സാക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം UBL TV ഇപ്പോ നടക്കുന്നത് പോലീസ് മൂവി ഫെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം മൂവീസ് ഉള്ള സമയങ്ങളിലെല്ലാം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ഒക്കെ നമുക്ക് ഈ സൺഡേ വരെ എല്ലാം പോലീസ് മൂവീസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പോലീസ് മൂവീസ് തന്നെ ആയിരിക്കും, എല്ലാ ലാംഗ്വേജിലും. തമിഴും പോലീസ് മൂവി കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് വിളിക്കുന്ന എല്ലാ കോളേഴ്സിനും മറക്കണ്ട, എല്ലാ കോളേഴ്സിനും നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ ഒരു കപ്പിൾ ഇൻവൈറ്റ് കിട്ടുന്നതായിരിക്കും. ഞാൻ എനിക്ക് അങ്ങനെയാണ്, സ്വർണം വെള്ളി അങ്ങനെയൊക്കെയാണ് ചെരുപ്പുകൾ, അങ്ങനെയാണ്, അതൊരു ശീലമായി പോയി. ഹലോ, വീട്ടിൽ പൊട്ടിയ ഓട് മാറിയായിരുന്നു. ഗുഡ് ഈവനിങ്. അങ്ങനെ പറയും. ആ തമ്പുരു നമുക്കാണോ അവിടെയാണോ? അല്ലേ, ഇതെന്താണിത്? ശരിക്കും തമ്പുരു ഇട്ട് ഇത് മുഴങ്ങുന്ന പോലെ. മറ്റേ സാധനം പറയല്ലോ പാടുന്നതിന് ശ്രുതി. ശ്രുതിയെ കിട്ടി സംസാരിക്കാൻ നീ ആര്? ഹലോ, എന്താണ് ഇവിടെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വസ്തു, ഉപകരണം? എന്താണ് അവിടെ ഓൺ ചെയ്ത് വെച്ചേക്കണേ? എന്താണ് ഈ മുഴക്കം വരുന്നതെന്ന്? ഞാൻ ജിമ്മില, അതുകൊണ്ട് മുഴക്കം. ജിമ്മിൽ ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ഏത് എക്യുപ്മെന്റ് നിന്നാണ് ഈ ശബ്ദം വരുന്നത്? അത് ജിമ്മിൽ പോകുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. നമ്മള് പോകുന്നുണ്ടല്ലോ. ഏത് സാമിയാണ് നിന്റെ ട്രെയിനർ? ഏത് സാമിയാണ് നിന്റെ ട്രെയിനർ? ട്രെയിനർ മഹാരാഷ്ട്രക്കാരന്. പിന്നെ എന്തൊക്കെയുണ്ട് മാലിക് വിശേഷം? വിശേഷം ഒരു പ്രൊമോഷൻ കിട്ടി. അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. എഞ്ചിനീയറിംഗിന് എയർവേസിലോട്ട് മാറി ഞാനിപ്പോ. അപ്പം എയർവേസിൽ എന്താണ് ചെയ്യണേ? എയർവേസില് അല്ല, ജോലി ചെയ്യും തന്നെ, പക്ഷെ പെർമനന്റ് സ്റ്റാഫായി. അടിപൊളി അടിപൊളി. ശല്യം കാരണം മാറ്റി അപ്പുറത്തോട്ട്. മിടുക്കൻ. അവിടെയുള്ള അടിപൊളി. അപ്പൊ ഇതൊരു യു പ്ലീസ് കീപ് ഗോയിങ്. ഞാൻ ആ കുട്ടി ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. അപ്പൊ എന്തായാലും ഇത് ഒരു വളർച്ചയുടെ, ഒരു ഐശ്വര്യത്തിന്റെ ഒരു തുടക്കം ആവട്ടെ. ഇനി എത്രയും പെട്ടെന്ന് ഒരു പെണ്ണും കൂടെ കിട്ടിയാ മതി, അല്ലേ? കംപ്ലൈന്റ് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓൾ ദി ബെസ്റ്റ്. നീ ഇവിടെ വന്നിട്ട് നമുക്ക് ട്രീറ്റ് ഒക്കെ തരണം, അങ്ങനെ പറഞ്ഞാൽ പോരാ. മാലിക്, ഇന്ന് നമ്മുടെ വിളിക്കുന്ന എല്ലാ കോളേഴ്സിനും ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ ഒരു കപ്പിൾ ഇൻവൈറ്റ് നൽകുന്നുണ്ട്. അപ്പൊ ആന്റിയും കൊണ്ട് വരണം. സാറ്റർഡേ ആണ്. ഓക്കെ, ഞാൻ നോക്കട്ടെ. അതുകൊണ്ടല്ലേ എനിക്ക് വണ്ടിയില്ല. ഒന്നാമത്തെ കാര്യം, ഒരു വണ്ടി റെന്റ് കാർ എടുക്ക വീക്കെൻഡിന് വേണ്ടി. വീക്കെൻഡ് റെന്റ് കാർ എടുത്തിട്ട് ബാ. അപ്പൊ ഇന്ന് എന്തായാലും ഗസ്റ്റ് സോങ് ആണ് കേട്ടോ.
ജയറാം, പാർവതി, അശോകൻ, ഉർവശി, ജഗതി. എന്റെ കഴുത്ത്. രാജാമണി സംഗീതം, സൗഹൃദം പ്ലസ് പ്രണയം ചേർന്ന് മെലഡി സോങ്. വളരെ എളുപ്പമുള്ള clue. ആ നല്ല എളുപ്പമുള്ള പാട്ടാ. രാജാമണി സംഗീതം, സൗഹൃദം പ്ലസ് പ്രണയം ചേർന്ന മെലഡി സോങ്. ജയറാം, പാർവതി, അശോകൻ, ഉർവശി, ജഗതി. സിനിമ അല്ല, ഒരു ശകലം തെറ്റിപ്പോയി. ജയറാം പാർവതി. ജയറാം, പാർവതി. ഇതിനകത്ത് ആക്ച്വലി ഈ സിനിമയിൽ ജയറാമും പാർവതിയും സഹോദരിയും സഹോദരനുമാണ്. അപ്പൊ ഡയറക്ടർക്ക് ഒരു കാര്യം അറിയാം. പേര് ഒരു ഏകദേശം ഐഡിയ കിട്ടി. ഏതാ പേര്? പാട്ട് മനസ്സിലാവുന്നില്ല. പേര് പറ. ബാലഗംഗാധരന്റെ മഴു, അതിനാണ് ഉദ്ദേശിച്ചത്. അതായത് ജയറാമിന്റെ സഹോദരി പാർവതി അശോകനെ പ്രണയിക്കുന്നു. അതെ, കോവളം ബാക്ക്ഗ്രൗണ്ടോ? അതെ. മഞ്ഞിൽ നനനാന വെള്ളരിപ്രാവേ നനാനനാന തനനാനനാന. പാട്ടറിയില്ല. അപ്പൊ ഇനി വരികൾ അറിയില്ല. ഈ പാട്ട് ഇങ്ങനെയായിരുന്നു. ആ, അറിയില്ലായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, കേട്ടിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. പെട്ടെന്ന് ഓർമ്മയില്ല. സാരമില്ല. ആദ്യം പാടിയത് കേട്ട സംഗീതത്തിന് വരെ ഓർമ്മ വരില്ല. ഓർമ്മ വന്നു. ഓർമ്മ മനസ്സിലായില്ലേ പാട്ട് ഏതാന്ന്? ഇല്ല മാലിക്കിന് മനസ്സിലായില്ലേ പാട്ട് ഏതാന്ന്? ഇല്ല ഇല്ല ഇല്ല, മനസ്സിലായില്ല. മഞ്ഞിൻ ചിറകുള്ള വെള്ളരി പ്രാവേ. അതന്നെ, മഞ്ഞിൻ ചിറകുള്ള വെള്ളരി പ്രാവേ. കേട്ടിട്ടുണ്ട് പക്ഷെ കേട്ടിട്ടുണ്ടല്ല. ഈയടാ. മാലികേ, സാരമില്ല മാലിക്ക്. എല്ലാ ദിവസവും അങ്ങനെ എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസ് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ശനിയാഴ്ച വൈകുന്നേരം വരണം. അമേരിക്കൻ അക്കാഡമിയിൽ നമ്മളെല്ലാരും ഉണ്ടാവും. ആ ശരി ശരി. ഓക്കെ, ബൈ. ബൈ. അപ്പൊ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. വെൽക്കം ബാക്ക്. അങ്ങനെ എന്തായാലും നമ്മളെ വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 0423822491. വിളിക്കുക. നമ്മളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. നമുക്കില്ലേ? അല്ല, ഉണ്ട്. ഇന്ന് എന്നെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ചോദിച്ചു, മുരുകേഷ് പോണില്ലെങ്കിൽ പറയൂ, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി നമുക്ക് പോണ്ടാവും. ഞാൻ പറഞ്ഞു പറ്റില്ല. ഉത്തരവാദിത്വ ബോധത്തോടെ എന്നെ വിളിച്ച് പറയുക, എനിക്ക് മെസ്സേജ് അയക്കുക, ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. അയ്യോ, ഞാൻ ചോദിച്ചു എന്തിനാ? അവന് മനസ്സ് വെച്ചാൽ ഇല്ലാണ്ടാക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ മനസ്സ് വെക്കുന്നില്ല. ആഹാ, അത് കൊള്ളില്ലല്ലോ. മാലിക്ക് ഒന്നുകൂടെ വിളി. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹലോ ഹലോ. ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണത്? സംശയിച്ച് ഗുഡ് ഈവനിങ് പറയുന്നത്? അംജിതയാണ്. അംജിത? അതെ അതെ. എന്താണ് അംജിത ഇത്ര ഒരു തടസ്സം? സംശയം? ഒന്നുമില്ല. എന്തുണ്ട് അംജിത വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇത് അറിയാതെ ഡയൽ ഭർത്താവിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാണ് കോള്. ഒരു സംശയം പോലെ. അംജിത പാട്ട് പാടുവോ? ഇല്ല, പാട്ടൊന്നും പാടില്ല. കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്ന് ബാക്കി ബാക്ക് ടു നോർമൽ ആയോ? ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഉള്ളൂ. എന്തോ നാട്ടിൽ തിരിച്ചെത്തിയുള്ളൂ? കുറച്ച് ദിവസമായിട്ടുള്ളൂ. വർക്ക് ചെയ്യുന്നുണ്ടോ അംജിത? വർക്ക് ചെയ്യുന്നില്ല. ഇല്ല. ട്രാഫിക് ഒരു രക്ഷയില്ല. എവിടുന്നാണ് ഈ ട്രാഫിക് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, രാവിലെ ഒരു 7 മണി വരെ സ്കൂൾ ബസ്സുകളുടെ തിരക്കെന്ന് പറയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തിനാണ് തിരക്ക്? അതെനിക്ക് മനസ്സിലാവുന്നത്. യൂഷ്വലി എല്ലാരും പോകുന്ന പോലല്ലേ പോകുന്നത്, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടുവയ്ക്കും ഈ റോഡിൽ സൈഡിൽ കയറാനായിട്ട്. ഉടനെ അവിടെ ഒരു വണ്ടി പയ്യെ കൊണ്ടുവന്ന് എന്നിട്ട് ഇപ്പൊ ക്യാമറകളുടെ എണ്ണം കൂട്ടി. അത് ശ്രദ്ധിച്ചോ? ക്യാമറ മാത്രമല്ല, ഭയങ്കര ക്യാമറ എല്ലായിടത്തും. മുക്കിലും മൂലയിലും ഒക്കെ ക്യാമറ. ഇല്ലാത്തടത്തൊക്കെ അവിടെ കൊച്ചു ക്യാമറ. പോലീസ് ക്യാമറയുണ്ട്. പോലീസുകാരും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്പീഡിൽ പോണെങ്കിൽ മറക്കാതെ ഇങ്ങനെ പോവാ. പോലീസ് സിസ്റ്റത്തിൽ നിങ്ങളെ ഫോട്ടോ വരും. അപ്പൊ എന്തായാലും അംജിത ഇന്ന് മുരുകേഷിന്റെ ടീമിലാണ്. അംജിത, ഞാൻ പ്രാർത്ഥിക്കാം. അംജിത, ഗസ് ദി സോങ് ആണ്. പുതിയ പടമാണ്. പുതിയ പടം. ശങ്കർ, നടൻ ശങ്കർ. ശങ്കർ ഇല്ലേ? പഴയ ശങ്കർ. പഴയ പടമാണ്. ശങ്കർ, ഉർവശി, ജഗതി, ശങ്കരാടി. ഇത്തിരി എണ്ണം ഉണ്ടാക്ക് എന്ന് പറയുന്നത് ശങ്കരാടി. റെസിഡൻസ് അസോസിയേഷൻ
ഓ ഇന്ന് പക്ഷെ ഭയങ്കര പോപ്പുലറാ. റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന ഗാനമേള. നായകനെ ആദ്യമായി കണ്ടുമുട്ടുന്നു, വിരലുകൊണ്ട് കളം വരയ്ക്കുന്നു. കളം വരയ്ക്കുന്നില്ല, ഞാൻ വെറുതെ ആഡ് ചെയ്താണ്. അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിയിൽ നായകൻ പാടുന്നു, ഗായിക അത് കേട്ട് ഓടി വരുന്നു. ആ പാട്ട് കേട്ട് ഈ പാട്ട് പാടണം കേട്ടോ. ഏത് ഏകദേശം എന്തെങ്കിലും ഒരു ക്ലൂ? കേട്ടില്ല. ശങ്കർ ഉർവശി. ജഗദീഷ് ആണോ? അല്ലല്ല, ഇതിനകത്ത് ലാലേട്ടനുണ്ട്, ഗീതയുണ്ട്, ജഗതിയുണ്ട്. നിരഞ്ജൻ ഒന്നുകൂടെ. ഫിലിമിന്റെ പേര് നമ്മൾ പറയണോ? അല്ല, ഗസ്തി സോങ് ആണ്. സോങ്ങാ. നല്ലൊരു പാട്ടാണ്, പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. ഭയങ്കര പോപ്പുലറാ. ദാസേട്ടൻ പാടി പൊളിച്ചൊരു പാട്ട്. പാട്ട് പാടുന്ന കേട്ട് നായിക ഓടി വരുന്നു. നാടിക ഓടിയൊന്നും വരില്ല, എനിക്ക് കൂടെ ചേരും. നാടിക ഓടി വന്ന് കിണറ്റി ചാടി കിട്ടുന്നില്ല. ശങ്കർ ഉർവശി. എന്റെ മൈക്ക് പോയാലേ പാടി തകർത്തേ. ഞാൻ പാടിയത് ഇതായിരുന്നു പാട്ട്. കേട്ടിട്ടില്ലേ? ഇല്ല കേട്ടിട്ടില്ല. ഈ പാട്ട് കേട്ടിട്ടില്ലേ? ഈ പാട്ട് കേട്ടിട്ടില്ലേ? ടഫാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനും ടഫായിരുന്നു. എന്റെ ദൈവം, ഈ പാട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ വലിയ അതിശയാണ്. അപ്പൊ സിനിമ ഒന്നും കണ്ടിട്ടില്ല? സുഗമോ ദേവി സിനിമ കണ്ടിട്ടില്ല? ദേവി കേട്ടിട്ടുണ്ട്. സുഗമോ ദേവിയിലായിരുന്നു. എനിക്ക് ഈ പാട്ട് കേട്ടിട്ടുണ്ടോ നോക്കൂ. സുഗമോ ദേവി, സുഗമോ ദേവി, കേട്ടിട്ടുണ്ടോ? സുഗമോ ദേവി. പാട്ടൊക്കെ വളരെ ജൻസിയിലാണോ ആ പാട്ട് കേട്ടാതെ? ഈ പാട്ട് കേൾക്കാതിരിക്കാൻ എവിടെയാണ് വളർന്നത്? നാട്ടിലാണ്? ഇവിടെ വല്ലതാണോ? ദുബായിലാണോ? ഞാൻ ദുബായിലാണ് വളർന്നത്, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. നീ വളർന്നു എന്ന് മാത്രം പറയുന്നത്, ജനിച്ചു. അപ്പോ ഷാർജയില്, അതുകൊണ്ടായിരിക്കും. അതായിരിക്കാം, ചിലപ്പോ ആയിരിക്കാം. അപ്പൊ എന്തായാലും ഇത് ഭയങ്കര, എന്തായാലും കേട്ട് നോക്കൂ, ഈ സിനിമയും കണ്ടു നോക്കൂ. ഇത് നമ്മുടെ വേണു നാഗവള്ളിയുടെ ജീവിതത്തിൽ നടന്ന ഒരു കഥയെ ആസ്പദമാക്കി അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി എന്ന് തന്നെ പറയാം. ഈ ഒരു പുള്ളിയുടെ ക്യാരക്ടേഴ്സ് എല്ലാം മനസ്സിൽ തന്നെ. ഇത് പുള്ളിയുടെ തന്നെ സ്റ്റോറിയാണ്. മനോഹരമായ സിനിമ, കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് സുഗമോ ദേവി. കാരണം ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ് ജവഹർ. അപ്പൊ തള്ളു തുടങ്ങി. അപ്പൊ എന്തായാലും അംജിത, എന്തായാലും അംജിത ഇനിയും വിളിക്കുക. എന്തായാലും വിളിച്ച് സമ്മാനം കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ കപ്പിൾ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാണാനായിട്ട് 31 31 അമേരിക്കൻ നരേഷ് അയ്യറിന്റെ ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക്കൽ ഈവനിങ് കാണാനുള്ള ഒരു അവസരമാണ്. അദ്ദേഹത്തിനോടൊപ്പം നമ്മുടെ UAE-ലുള്ള 5 യങ് ടാലന്റ്സും അദ്ദേഹത്തിനൊപ്പം പാടുന്നുണ്ട്. കമാൻഡോ ഓപ്പറേഷൻ പോലെ പുള്ളിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഒരു സെൽഫി എടുക്കാം. അപ്പൊ ഇനി വിളിക്കണം അംജിത. ഗുഡ് നൈറ്റ്. അപ്പൊ ആ പാട്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, ശ്രീലതിക. അതുപോലെ തന്നെ 7 സ്വരങ്ങളും. പാട്ടാണല്ലേ അത്? ഏത് സിനിമയാണ് അത്? മറ്റേ ബാലേന്ദ്രമേനോൻ ഒരു കൈ, ബാലേന്ദ്രമേനോൻ അടുക്കളയിൽ നിന്നാണ് കയ്യിൽ കൊടുത്ത് സ്വപ്നയുള്ള സിനിമ. സ്വപ്നത്തിൽ ഭംഗിയായിരുന്നു അല്ലേ? നല്ല സുന്ദരിയാ. ഇപ്പഴും അവര് നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഞാൻ കാണാറില്ല. ഇല്ല. ഇപ്പൊ ആരെയാണ് കാണാറുള്ളത്? ചെറുപ്പക്കാരികളെ നോക്കി സമയം കിട്ടിയാൽ മാത്രമേ ഞാൻ താഴോട്ട് ഇറങ്ങാറുള്ളൂ. ഇങ്ങനെ പോലുള്ളവരെ കുറിച്ചാണ് ഇപ്പൊ ഈയിടെയായിട്ട് കേരളത്തിൽ സംസാരമായിരിക്കുന്നത്. വയനാട്ടില് രക്ഷിക്കാൻ പോയ ആൾക്കാരെ കുറിച്ച്, പട്ടാളം മറ്റേ പാലം കിട്ടിയ കേസല്ലേ നീ പറയുന്നത് അല്ലേ? എനിക്കറിയാം. മറ്റാർക്കും ഇല്ലെങ്കിലും നിനക്ക് എന്നെ ഭയങ്കര മതിപ്പാണ് എനിക്കറിയാം. എന്തായാലും അതൊരു വലിയ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു സംഭവം വന്നിട്ട് മൊത്തത്തിൽ അത്യാവശ്യമാണ്. അല്ല ഇത് ഞാൻ പറയല്ലേ, ഈ ഒരു ഇപ്പൊ വരുന്ന പരാതികൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന റിപ്പോർട്ടിൽ അതിനെക്കാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, ഈ റിപ്പോർട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ആക്ച്വലി ഉണ്ടാവാം. പക്ഷെ ഇതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പൊ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് തോന്നിക്കുന്നത്, ഇപ്പൊ പറയുന്നതെല്ലാം കിടപ്പിലായ സംവിധായകരെ പറ്റി, നാട് വിട്ടുപോയ നടനെ പറ്റി ഒക്കെയാണ് പറയുന്നത്. അല്ല ഉണ്ട്, പക്ഷെ മെയിൻ അല്ലെങ്കിൽ ഈ ജോലി വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന നടിമാരാണ് റേസ് ചെയ്യുന്ന കംപ്ലീറ്റ്. അല്ലെങ്കിൽ ചാൻസ് ഇനി കിട്ടില്ല എന്നുള്ള ഒരു 90% പ്രതീക്ഷ ഉള്ളത്. പക്ഷെ ലൈം ലൈറ്റിൽ ഇപ്പോഴും നിൽക്കുന്നവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും.
ഉണ്ടാവും, അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവും, ലൈം ലൈറ്റിൽ അതൊന്നും പുറത്ത് വരത്തില്ല. ചിലപ്പോൾ വരുന്നത് 50 വർഷം കഴിയുമ്പോൾ ആയിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അവർക്ക് പറയണോ അത് രഹസ്യമായി ആതിര ഫോട്ടോയിൽ വന്നിട്ട് ചെറിയ കാറ്റടിയും ഇങ്ങനെ ആടിയിട്ട് തിരിഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും ഈ കഥ വരുന്നത്. പക്ഷെ ഞാനപ്പോ ഇങ്ങനെ ഞാൻ ചാരുവസരെ കിടന്നുകൊണ്ട് എന്റെ ചെറു കുട്ടികളടുത്ത് പറയും, ഇവനെ എനിക്ക് അന്നേ അറിയായിരുന്നു എന്ന് ഞാൻ പറയും. അന്ന് വയസ്സാം കാലത്ത് ഈ കഥ വരും. കാരണം എന്തെന്നാലും ഈ താടിയുള്ള അപ്പനെ പേടിയുണ്ടെന്ന് പറയുന്നത് ഇവര് ഇപ്പൊ ലൈം ലൈറ്റിൽ അല്ലെങ്കിൽ വല്ല ചാൻസും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും വാ തുറന്നാൽ ഹലോ ഗുഡ് ഈവനിങ് ശൈലാൻഡി, മോൻ ജിമ്മിലൊക്കെ പോയിട്ട് എത്തിയോ അതോ ജിമ്മിൽ തന്നെയാണോ? എത്തിയില്ല. ആന്റി 5 മുട്ട തോട് പൊളിച്ചും 5 മുട്ട തോടോടും കൂടി പുഴുകി വെച്ചാലേ. ജിമ്മിൽ പോയിട്ട് വരുമ്പോ സ്പെഷ്യൽ ആയിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുക ആന്റി? ഇല്ല സാധാരണ നമ്മൾ ഉണ്ടാക്കില്ല. അല്ലാതെ പ്രോട്ടീൻ കഴിക്കണം അങ്ങനെയൊന്നും പറയാറില്ല, അത്രയ്ക്കൊന്നും ആയിട്ടുണ്ടാവില്ല. അതല്ല 75% കൊടുക്കുമല്ലോ, പൗഡർ കൊടുക്കും അവിടുന്ന്. പ്രോട്ടീൻ പൗഡർ അവിടുന്ന് കൊടുക്കും. ഒരു ദിവസം ഒരു നേരം വല്ല ചാക്രിയുമൊക്കെ ആയിരിക്കും. അവനോട് പറയാം മൈ പ്രോട്ടീൻ വാങ്ങിച്ച് കഴിക്കാൻ പറയാം. മൈ പ്രോട്ടീൻ അതാണ് ബെസ്റ്റ്. അയ്യോ അങ്ങനെയൊന്നും കഴിച്ചേക്കരുത്, മുരുകേശ് പറയുന്നത് കേട്ട്. അതിന് ഈ ഡയറ്റ് ആണ് ഇതിന്റെ പ്രധാന കേട്ടോ. ഈ പുട്ടും കടലയും അപ്പം മുട്ടറോസും ഒക്കെ കഴിച്ചു കഴിഞ്ഞാലേ ചോറ് കഴിക്കുന്നതിന് കുഴപ്പമില്ല ആന്റി. പക്ഷെ നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ആക്കണമെന്നുള്ളതാണ് ഭക്ഷണത്തില്. ചോറിന്റെ കൂടെ കുറച്ച് ചോറും പ്രോട്ടീനും ഫൈബറും കുറേ ഇലക്കറികളും അങ്ങനെ കഴിക്കാം. അതെ, ഫൈബറും പ്രോട്ടീനും കയറും. പിന്നെ മാത്രമല്ല ഈ ഇതിന്റെ ഒരു പ്രത്യേകത 65% 70% ഡയറ്റ് മാത്രമാണ്, ബാക്കിയുള്ള വർക്കൗട്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ വയറ് ചാടണം. ആന്റി എക്സസൈസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ചിലപ്പോ അകത്ത് തന്നെ ഇങ്ങനെ നടക്കും രാവിലെ എണീറ്റും. ആന്റിയും ചെയ്യണം. കാരണം നമ്മള് പറഞ്ഞ അമ്മമാരോടൊക്കെ പറയണം, കാരണം എക്സസൈസ് ചെയ്യാൻ. കാരണം നമ്മുടെ ഈ മസിൽസും ഈ സാധാരണ സ്ത്രീകൾ പെട്ടെന്ന് വീണ് ബോൺ ഒടിയുന്നതൊക്കെ അതുകൊണ്ടാണ്. കാരണം നമ്മൾ നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യുന്നില്ല. അത് ആന്റി ഒരു വളരെ നല്ലൊരു കാര്യമാണ് ആതിര പറഞ്ഞത്. ആതിര ഒരു 5 കിലോ ഡമ്പലെടുത്ത് അടിച്ച് ബോധം കെട്ട് കവുന്നടിച്ച് അവിടുത്തെ ഒരു മെറ്റൽ ബാറി അടിച്ച് നെഞ്ചും തല്ലി വീണിട്ടും ആതിര ഉറങ്ങി അവിടെ കിടന്നു. മുഖത്ത് വെള്ളം തളിച്ചപ്പോ എണീറ്റിട്ട് അമ്മീ ചായ. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് കാര്യം പറഞ്ഞില്ല. ജിമ്മിൽ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ ജിമ്മിൽ നടന്ന ഏറ്റവും വലിയൊരു കോമഡി ആയിരുന്നു. അങ്ങനെയൊന്നല്ല വീണത് ആന്റി. ഞാൻ എപ്പോഴും പക്ഷെ പാഷാണം ചേച്ചി പാടിക്കൊണ്ട് വീടില്ല. അത് അങ്ങനെ ഒരു പ്രാവശ്യം വീട്, പക്ഷെ അത് വേറെന്തോ കാരണവശാല ടെമ്പിൾ പൊക്കിട്ട് ഇവിടെ വന്നപ്പോഴേ ആന്റി ഇടത്തേക്ക് അവള് മോഹൻലാലിന്റെ അത്ര കണ്ടിന്റെ താരം ഒരു കറുത്ത പാടും. മറ്റേ മുരുകേശ് കണ്ണു വെച്ചിട്ട് ആന്റി പിന്നെ കണ്ണു നോക്കി എന്ത് സുന്ദരിയാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ടു വെച്ചു. ആന്റി എങ്കിൽ ഞാൻ ആന്റി ഇവളെ കണക്കൊരു മരുമോളെ കെട്ടിട്ട് ആന്റി എങ്കിൽ നല്ലതായിരിക്കും ആന്റി തന്നെ. എന്റെ അമ്മായിയമ്മ എപ്പോഴും പറയും എന്തോന്ന് ഇറങ്ങി പൊടിയെന്നല്ലേ. അല്ല പിന്നെ ഇവിടെ കണ്ടുവരുന്നു എന്തൊരു ഐശ്വര്യം. ഈ അടച്ചിന്റെ അകത്ത് കണ്ടുവരുന്നു അങ്ങനെ പറയുന്ന അല്ല. ആന്റി ഇന്ന് ഗസ്റ്റ് മൂവിയാണ് കേട്ടോ. നോക്കാം. കുഞ്ചാക്കോ ബോബൻ, ഹരിശ്രീ അശോകൻ, സലീം കുമാർ, കലാഭവൻ മണി. കണ്ണൂർ പശ്ചാത്തലത്തിലുള്ള സിനിമ. ചാക്കോച്ചന്റെ ഡോക്ടർ കഥാപാത്രം. കുഞ്ചാക്കോ ബോബൻ, ഹരിശ്രീ അശോകൻ, സലീം കുമാർ, കലാഭവൻ മണി. അതേതാണ് കണ്ണൂർ പശ്ചാത്തലമാണ് സിനിമ അത്ര. കുഞ്ചാക്കോ ബോബൻ ഡോക്ടറും. ഓ ഈ സിനിമ അത്ര പോപ്പുലർ ആണോ ചോദിച്ചാൽ അങ്ങനെയല്ല. എനിക്കൊന്ന് മധു വാര്യർ മറ്റൊരു കഥാപാത്രത്തിൽ എത്തുന്നുണ്ട്. നിരഞ്ജൻ അല്ല. ഇതിന്റെ നായിക എനിക്കൊന്ന് ഭാവനയാന്ന് തോന്നുന്നല്ലേ. എനിക്ക് തോന്നുന്നു ചിലപ്പോ ആന്റിക്ക് പിടികിട്ടാൻ ആന്റി. കാരണം അതാ ഇരുവട്ടം മണവാട്ടി എന്ന സിനിമയുടെ പേര് അധികം വിജയിച്ചിട്ടില്ല. കണ്ടിട്ടില്ല അല്ലെ, ഞാനും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു യുണീക്നെസ് ഉള്ള ഒരു പടമല്ല, നമുക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും ആന്റി വിളിച്ചതിൽ വളരെ സന്തോഷം ആന്റി. ഓക്കെ. അപ്പൊ ആന്റി നിതം കൺസൾട്ടൻസി, ഞാൻ നമ്മള് മാലിക്കിനോടും പറയായിരുന്നു നരേഷ് അയ്യന്റെ പാട്ട് കേൾക്കാനായിട്ട് ആന്റിയെ കൊണ്ട് വരണം. കപ്പിൾ ഇൻവൈറ്റ്സ് കിട്ടിയിട്ടുണ്ട് ആന്റി. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും വരാൻ കഴിയും. പക്ഷെ മാലിക്കിന്റെ പരാതി വണ്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ടിക്കറ്റ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് ഇതുവരെ വിൻ ചെയ്ത ആൾക്കാർ, അതായത് ഇതുവരെ വിളിച്ച എല്ലാവരും, ഇനി വിളിക്കുന്നവരെല്ലാരും തന്നെ നമ്മുടെ സ്ക്രീനിൽ ടിക്കറ്റ്സ് കളക്ട് ചെയ്യാനുള്ള നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പേരും ID നമ്പറും ഒക്കെ കൊടുത്തിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.
നിങ്ങൾ എമിറേറ്റ്സ് ID കൊണ്ടുവരണം. എമിറേറ്റ്സ് ID ഇല്ലാത്തവർ അതായത് പാസ്പോർട്ട്. നിങ്ങൾ അവിടെ വെന്യൂവിൽ പോകുമ്പോൾ യു ഹാവ് ടു ഷോ യുവർ എമിറേറ്റ്സ് ID പ്രൂഫ്. അപ്പൊ അവിടെ നിന്നായിരിക്കും ടിക്കറ്റ് തരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ആന്റി ബൈ ബൈ. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹെന്ന. എന്തുണ്ട് ഹെന്ന വിശേഷം? സുഖം. ഹെന്നയ്ക്ക് ഹെന്ന ഇടാൻ അറിയാമോ? എന്താണ്? ഹെന്ന ഇടാൻ അറിയാമോന്ന്? ഭയങ്കര പ്രൊഫഷണൽ ഒന്നല്ല, പക്ഷെ നോക്കിയിട്ടൊക്കെ ഇടും. നോക്കിയിട്ടൊക്കെ ഇടും. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇടാൻ അറിയില്ല. ഇങ്ങനെ വട്ടം വട്ടം വെക്കാനേ അറിയുള്ളൂ. ഒന്നും അറിയില്ല, ഉരുട്ടി വിഴുങ്ങാൻ മാത്രം അറിയാം. ഉരുട്ടി വിഴുങ്ങാൻ അതൊക്കെ ഒരു കഴിവല്ലേ അല്ലെ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ അല്ലേ ഹെന്ന? അതും കഴിവന്നെ. പിന്നെ അതന്നെ, ഉരുട്ടി ഉരുട്ടി പിന്നെ അതും കഴിവാണ്. അത് ശരിയാണ്, അത് ശരിയാണ്. ഹെന്ന, എന്തൊക്കെയുണ്ട് വിശേഷം? ചൂട് കുറഞ്ഞു വരുന്നുണ്ടല്ലേ? അയ്യോ, എവിടെ ഇല്ല, ചൂട് കുറഞ്ഞിട്ടില്ല. മുരുകേഷ് എവിടുന്നാ വരുന്നത്? അലൈനാരും നക്ഷത്രം കണ്ടില്ലേ അവര്? നക്ഷത്രം കണ്ടു അവിടെ, പക്ഷെ ഇവിടെ ചൂട് കുറഞ്ഞിട്ടില്ല. ഭയങ്കര ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ഹ്യൂമിഡിറ്റി. രാവിലെ ഞാൻ നക്ഷത്രം കണ്ട് ചൂടടിച്ചു. പിന്നെ എന്നിട്ടാണ് എന്തോ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, പക്ഷെ രാത്രികളിൽ രാത്രികളിലും ഇതൊക്കെ തന്നെ. ഞങ്ങൾ രാത്രി അധികം ഇറങ്ങി നടക്കാറില്ല അല്ലേ? ഞാൻ ഇറങ്ങി നടക്കാൻ വവ്വാല്ല. ഞാൻ പറഞ്ഞത് 7-8 മണി വരെയൊക്കെ ചൂട് തന്നെയാണ്. ലേശം കുറവുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ചൂട് തന്നെയാണ്, നല്ല ചൂടാണ്. അണ്ടർലൈൻഡ്. അയ്യോ, ഹെന്ന എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ ഹൗസ് വൈഫാണ്. ഇപ്പൊ ഹൗസ് വൈഫ്. അപ്പം നേരത്തെ ഞാൻ ഫാർമസിസ്റ്റ് ആണ്. ശരി, അന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു അല്ലേ? അല്ല ഹെന്ന, എന്തുകൊണ്ടാണ് ഈ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ജോലി വിട്ടത്? വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ജോലിയല്ലേ? അല്ല, എക്സാം ഒക്കെ എഴുതിക്കാണ്. ഇനിയിപ്പോ ഒരു വെക്കേഷൻ പോവാനുണ്ട്. അപ്പൊ ആ വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ട് വേണം ജോബ്. എക്സാം ജോലിക്ക്. എക്സാം എഴുതിയോ അതോ ഇനി എഴുതാൻ പോകുന്നോ? എഴുതി പാസ്സായി. കാരണം ഈ മെഡിക്കൽ ഫീൽഡാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നാട്ടിൽ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. കാരണം രോഗികളാണല്ലോ, രോഗികൾ ഒരുപാട് കൂടുന്നുണ്ട്. ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല തീരെ. ഇല്ല, മെഡിക്കൽ ഫീൽഡിൽ ഫാർമസിസ്റ്റ് ആയിട്ടില്ല. ഫുൾ ആയില്ലേ? എത്ര ആൾക്കാരെ ഇറങ്ങുന്നത് പെർ ഇയർ. അതിപ്പോ ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും അങ്ങനെയല്ലേ. നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ പുതിയ ടെക്നോളജി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കുക. പിന്നെ ഇതെല്ലാം ഒരു സമയത്തിന്റെ സംഭവമാണ്. ചിലപ്പോ ഇതൊക്കെ നമ്മളെക്കാട്ടിലും നമ്മുടെ ക്ലാസ്സിലൊക്കെ മോശമായിട്ടുള്ളവർക്കായിരിക്കും ഏറ്റവും നല്ല ജോലിയൊക്കെ കിട്ടുന്നത്. നല്ല പഠിച്ച റാങ്ക് കിട്ടുന്നവർ വീട്ടിലും ഇരിക്കും. അപ്പൊ അതൊന്നും വിചാരിക്കണ്ട, നമ്മൾ അങ്ങോട്ട് ശ്രമിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും എനിക്കുള്ള ചോദ്യം ചോദിക്കും മുരുകേഷ്. സ്കൂളിൽ ഞാൻ ടോപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കൂടെ പഠിച്ചവരെല്ലാം അമേരിക്കയിൽ പോയി. താഴേന്നായിരിക്കും ടോപ്പ്. ക്ലാസ്സില് 467 മാർക്ക്, 12 മാർക്ക് കുറവ് ഡിസ്റ്റിങ്ഷൻ 10ാം ക്ലാസ്സിൽ. ചുമ്മാ അടിച്ചങ്ങ് വിടാലോ. 310 മാച്ച് ടീച്ചർമാരെ തലക്ക് കിടക്കും പഠിച്ചോണ്ടിരുന്നത്. നിനക്ക് പറയാനുള്ള യാതൊരു യോഗ്യതയും. ഹെന്ന, ഞാൻ ടെൻഷൻ ആയി പോയി. ഓക്കെ, ചോദ്യം ഇതാണ്. ഗസ് ദി സോങ്. എന്താണ് ഗസ് ദി സോങ്? സോങ് നാക്ക് തിരിയുന്നില്ല തോന്നുന്നു. പെട്ടെന്ന് ഗസ് ദി സോങ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഇങ്ങനെയാണെങ്കിൽ മരുന്ന് എങ്ങനെ എടുത്ത് കൊടുക്കും? പെരണ്ടോളെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് വേറെ ഒരിടത്ത് കൊടുക്കുമല്ലോ. ഓക്കെ, ക്ലൂ ആണ്. മോഹൻലാൽ, ഉർവശി, രാജു, കമൽ റോയ്. എനിക്ക് നല്ലൊരു ക്ലൂ ആണ്. ഒരു ഹിന്ദി നടൻ. എനിക്കറിയില്ല. എനിക്കും അറിയില്ല. ഹിന്ദി നടൻ കമൽ റോയിന് പേര് ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനൊരു നടനില്ലേ? എവിടെയോ കേട്ട പോലെ. ഓക്കെ, യേശുദാസ് പാടിയ പാട്ട്, രവീന്ദ്രന്റെ സംഗീതം. രവീന്ദ്രൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓക്കെ, കോളേജിലെ ലളിതഗാന മത്സരം. അപ്പൊ ഈ കോളേജിലെ ലളിതഗാന മത്സരത്തിന്റെ ഒരു എന്താ പറയുന്ന സീനാണ് ഈ പാട്ട്. അപ്പൊ ഈ കുട്ടി, ഈ പയ്യൻ, അതായത് കമൽ റോയ് എന്ന് പറഞ്ഞ പയ്യൻ പാട്ട് പാടുകയാണ്. ലളിതഗാന മത്സരം. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല പാട്ട് ഏതാണ്. അയ്യേ, ഇത് അതായത് സിനിമയുടെ പേര് ഈ കലോത്സവങ്ങൾക്കുള്ള ഒരു പേരാണ്. നമ്മുടെ കലോത്സവം നടക്കുമ്പോ ഒരു പേര് പറയില്ലേ? അതായത് ഹെന്നയ്ക്ക് എനിക്ക് അറിഞ്ഞൂടാ. ഹെന്നയുടെ പ്രായം എത്താന്ന് എനിക്കറിയില്ല. ഈ ഒരു 80s ജനിച്ച, ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു 80s എല്ലാവരും പ്രണയലേഖനം എഴുതുന്ന സമയത്ത് ഈ വരി ചിലപ്പോഴൊക്കെ കുറിക്കാറുണ്ട്. നിനക്ക് ഒരുപാട് കൊടുത്ത ശീലം കാണും, എന്നിട്ട് അറിയാത്ത കണക്ക് നിൽക്കണ്ട. യുവജനോത്സവം. കറക്റ്റ്, അത് തന്നെയാണ് സിനിമ. പക്ഷെ പാട്ട് ഏതാണ് പറയണം. ഇച്ചിരി ഒരു പാത്തോസ് ഉള്ള സോങ് ആണ്. ഒരു ശകലം മെലോ ഡ്രാമ ടൈപ്പ്. ഒരു മെലങ്കളി. സോറി, അതാണ് ഉദ്ദേശിച്ചത്. ഇന്നുമെന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു.
പാട്ടിട്ടൂടാ പോലെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഇതാണ് ആ പാട്ട്. ഈറൻമൂകിൽ ആ ഒരു ഗ്യാപ്പ് ഇടണം, എന്നാലും ബാക്കിയുള്ളവന് പാടാൻ പറ്റും. ഒന്ന് പാടി തീർന്നിട്ട് എവിടെ പോണം? പഠിക്കോ? പലോചന കടയില റേഷൻ കടയിലാ പോണം. എനിക്കിപ്പോ എവിടെയെങ്കിലും പോകാനുണ്ട്, സമയമായി. അപ്പൊ എന്തായാലും അപ്പൊ ഹെന്ന സാരമില്ല, പാട്ട് ഗസ് ചെയ്യാൻ പറ്റിയില്ല, സിനിമ വരെ ഗസ് ചെയ്തോളൂ. പക്ഷെ വിഷമിക്കണ്ട, ഹെന്നയ്ക്ക് ഹിറ്റ് മെലഡി ഡ്രീംസ് കാണാനുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റ് നമ്മൾ തരികയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 31-ാം തീയതി ദുബായ് അമേരിക്കൻ അക്കാഡമിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ വരിക. നാളെ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിക്കുക. എന്നിട്ട് ടിക്കറ്റ് അവിടെ വെന്യൂവിൽ വരുമ്പോ തന്നെ ക്ലെയിം ചെയ്യാം. ഐ ഡി കൊണ്ടുവന്നാൽ മതി കേട്ടോ. പാട്ട് പാടാൻ കഴിയാതെ ഹെന്നയും, അല്ല സോറി, ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഹെന്നയും, പാട്ട് പാടാൻ കഴിയാതെ ഞാനും തേഞ്ഞ സ്ഥിതിക്കും. എല്ലാം കൊണ്ടും കുഴപ്പമില്ലാതെ ഞാനും. അപ്പൊ പിന്നെ ഒന്നുകൂടെ പാടാം. പാടിക്കും. അല്ല അത് പറ്റില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇന്നും എൻ്റെ കണ്ണുനീരിൽ ഓർമ്മ പുഞ്ചിരി. സൗണ്ട് വരുന്നില്ലെന്ന് കേറി പാടാൻ. ഈറൻമൂകിൽ മാലകളിൽ ഇന്ദ്രധനുസ്സെന്ന പോലെ. എനിക്ക് ഇഷ്ടമില്ല ഈ പാട്ട്, അതുകൊണ്ട് എനിക്ക് അത്ര പാടാൻ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് മാത്രമേ ഞാൻ പഠിക്കൂ. എനിക്കറിയാം, മറ്റേ ഏത് ദേവദൂതർ അത് വേണം. എനിക്ക് ഇത് ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മളെ ചെട്ടിക്കുളങ്ങര പാട്ട് അറിയാം. ആ പാട്ടില് ഞാൻ ശ്രദ്ധിക്കുന്ന പുറകെ മറ്റേ ജിലിക്കും വെച്ചോണ്ടൊരു മാമൻ തെപ്പുണ്ട്. അതേനാ ശരിക്കുള്ള സീനില്ല, ഞാൻ അത് കണ്ടിട്ടില്ല. എനിക്ക് ചെട്ടിക്കുളങ്ങര കേൾക്കുമ്പോ ലാലേട്ടനെ ഓർമ്മ വരും. പ്രേം നസീർ ആ ഒരു പ്രേമഭാവത്തിൽ നടിയെ നോക്കി നിന്ന് പാടുന്നുണ്ട്. പക്ഷെ മറ്റേ മൈക്കൊക്കെ വെച്ച് സ്റ്റേജിൽ സ്റ്റേജിൽ വെച്ചിട്ട് മറ്റേ മൈക്കുണ്ടല്ലോ, മനസ്സിലായി, തവിക്കണ മൈക്ക്, അതും വെച്ചിട്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ പാടുന്നുണ്ട്. പക്ഷെ കാണികളുടെ ശ്രദ്ധ മുഴുവൻ ഒരു രക്ഷയില്ല, പാട്ട് തീരുന്നത് വരെ. അപ്പൊ ആലോചിക്കും എത്ര ടേക്ക് എടുത്താണ് ആ ഫുൾ എനർജിയിൽ നിന്ന് ചെയ്യാൻ. അല്ല ചിലപ്പോൾ എടുത്തില്ല, അതിൽ പെട്ടെന്ന് അയാൾ പ്രൊഫഷണൽ ആയിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മളെ വിളിക്കേണ്ട നമ്പർ 0423822491. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നരേഷ് അയ്യറിന്റെ ഹിറ്റ് മെലഡി ഡ്രീംസ്, ഹിറ്റ് 90s ആണ് എന്റെ റേഡിയോ പാർട്ണർ എന്ന് പറയാൻ ഹിറ്റ് മെലഡി ചാനൽ പാർട്ണർ നമ്മൾ യുപിയിലാണ്. അതെ, ബാക്കി ഞാൻ പറഞ്ഞോട്ടെ. ഹിറ്റ് മെലഡി ഡ്രീംസ് ഈ വരുന്ന ഓഗസ്റ്റ് 31-ാം തീയതി വൈകുന്നേരം 6:30 മുതൽ തുടങ്ങും നമ്മുടെ ദുബായ് അമേരിക്കൻ അക്കാഡമിയിൽ വെച്ച്. അപ്പൊ നരേഷ് അയ്യറിന്റെ പാട്ട് ഒരു മ്യൂസിക്കൽ ഈവനിങ് ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മൾ ഇന്ന് വിളിക്കുന്ന എല്ലാവർക്കും ഒരു കപ്പിൾ ഇൻവൈറ്റ് കൊടുക്കുകയാണ്. അത് അല്ലാത്തവർക്ക് ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ticketify.com പോയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഈ വിളിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് വലിയൊരു ചാൻസ് ആണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കും, നരേഷ് അയ്യരുടെ കോൺസേർട്ട് കാണാനായിട്ടുള്ള ടിക്കറ്റിന് എത്ര നിങ്ങൾ പേയേണ്ടി വരും അല്ലെ? ടിക്കറ്റ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത്രയും നല്ലൊരു ആളിനെ നമ്മൾ ഈ അടുത്തും നരേഷിന്റെ ഒരു കോൺസേർട്ട് കണ്ടിരുന്നു, കേട്ടു കണ്ടു. നൈസ്, പറഞ്ഞ പോലെ ഭയങ്കര എനർജി ഉള്ള ഒരു ആളാണ്. അല്ല, ഇത്ര ഇൻഡെപ്ത് നോളജ് മ്യൂസിക്കിനെ പറ്റിയും സിംഗിങ്ങും. ഇപ്പൊ നമ്മളെ ഹരീഷ് ശിവരാമകൃഷ്ണനെ പോലെ അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഈ ക്രൗഡ് പുള്ളേഴ്സ് എന്ന് പറയാനായിട്ട്. അപ്പൊ ഒരുപാട് പാട്ട് പാടുന്നവരുണ്ടാവും, പക്ഷെ എന്താണ് ക്രൗഡിനെ ആ ഒരു രീതിയിൽ എൻഗേജ് ചെയ്ത് എന്റർടൈൻ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് നരേഷ് അയ്യർ. സോ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ വിളിക്കുക, ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. അപ്പൊ എല്ലാവരും വരിക. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ നമ്മുടെ UAE-യിലുള്ള ടാലൻസും പാടുന്നുണ്ട്. 5 പേര് നമ്മൾ ഓഡിഷനൊക്കെ നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്ത് 5 അടിപൊളി ടാലൻസും അദ്ദേഹത്തിനോടൊപ്പം തന്നെ പാടുന്നുണ്ട്. ഇനി എന്നെ നിർബന്ധിച്ചാൽ ചിലപ്പോൾ ഞാനും പാടും. അത് അവരെ നിർബന്ധിക്കാൻ എന്തായാലും പോകുന്നില്ല, ചിലപ്പോൾ നിർബന്ധിച്ചാലായി. പുള്ളി ഷോയിൽ ഞാൻ പാടുന്ന കേട്ടിട്ട് മിക്കവാറും ചിലപ്പോ എന്നെ നിർബന്ധിച്ചു, പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹരിമുരളീനെ പറ്റി കുറഞ്ഞിട്ടൊരു പാട്ടേ ഇല്ല. ഞാൻ പാടിയ തകർക്കും. ജിന്ദഗി ആ ഡയലോഗിൽ തുടങ്ങും. പിന്നെ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ സിനിമകൾ കണ്ടു? ഞാൻ ഈ അടുത്ത് ഒരു ലോസ്റ്റ് കണ്ടോ? സീരീസ് ഞാൻ പറഞ്ഞു, ലോസ്റ്റ് പഴയ സീരീസ് ആണ്. ഇംഗ്ലീഷാ? എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനെ പിടിച്ച് കടിച്ച അതല്ല. അല്ലാതെ സിനിമകൾ എന്ന് പറയാനായിട്ട് ഞാൻ റായൻ കണ്ടു. പിന്നെ നുണക്കുഴി കണ്ടു. നുണക്കുഴി കൊള്ളാൻ കേട്ടോ, രസമുണ്ട്. ഭയങ്കര രസമല്ല, പക്ഷെ എന്നാലും രസമുണ്ട്. ചിരിച്ചോണ്ടിരിക്കാൻ കുറെ ചിരിക്കാനുള്ള കുറെ കൊച്ചു റിവ്യൂസ് വെച്ചിട്ട് നമുക്കിപ്പോ ആക്ച്വലി ഹോം സിനിമ അതിന്റെ റിവ്യൂ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, വാച്ചബിൾ മൂവി ആദ്യം വന്നത്, വാച്ചബിൾ മൂവി കുഴപ്പമില്ല എന്നുള്ളത്. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മാറി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ് ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി എന്നുള്ളത്.
പക്ഷെ നുണക്കുഴിയും അതുപോലെ തന്നെ റിവ്യൂസ് അത്ര വലിയ നല്ലതില്ല. പക്ഷെ ഞാൻ കണ്ട സ്ഥിതിക്ക് ഇറ്റ്സ് എ നൈസ് വാച്ചബിൾ മൂവി. അതായത് കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട്, നല്ല രീതിയിൽ ആ ഒരു ത്രില്ലർ കൊണ്ടുപോയിട്ടുണ്ട്. ഇറ്റ്സ് എ നൈസ് മൂവി. പിന്നെ അതുപോലെ റായൻ അത്ര ആക്ച്വലി കുറെ ആൾക്കാർ മോശം റിവ്യൂ പറഞ്ഞു, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സി അതിന്റെ സ്റ്റോറി ലൈൻ ഒക്കെ വളരെ വളരെ നോർമൽ വെരി ക്ലീഷേഡ് സ്റ്റോറി ലൈൻ ആണ്. പക്ഷെ അതിന്റെ ഡയറക്ഷനും അവരത് എടുത്തിരിക്കുന്ന രീതിയും അതിന്റെ അഭിനയവും എല്ലാം ക്യാമറയും ഒക്കെ അടിപൊളി. അല്ല, അതിന്റെ ഒരു എനിക്ക് ആ ത്രെഡ് ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഞാനും ഒരു ത്രെഡ് ഡെവലപ്പ് ചെയ്തൊരു സിനിമയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് താങ്ങാൻ ആളുണ്ടെങ്കിലേ തണലുള്ളൂ എന്ന് പറയും. നമുക്ക് ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ക്ഷീണം തളർച്ചയൊക്കെ. തളർച്ചയുള്ളൂ. തണൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഷെയ്ഡ് കൊടുക്കുകയല്ലേ. ഞാനിത് ആരോടാണ് പറയുന്നത്? ഓക്കെ, നിങ്ങൾ കേൾക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപ്പൊ ആ ഒരു ഇതുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ റായൻ എന്ന് പറയുന്ന ഈ ഒരു കഥവരായൻ എന്ന് പറയുന്ന കഥാപാത്രം അതായത് തനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ മറ്റേ ആൾ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു അത്രയും കാലം മര്യാദയ്ക്ക് ജീവിച്ചിട്ട് അങ്ങനെ നീങ്ങുന്ന ആ ഒരു സിറ്റുവേഷനാണ്. പലർക്കും അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഒരു സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ പിന്നെ നാട് വിട്ടു പോക്കൂടെ എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു മനസ്സിലാക്കാൻ കഴിയാത്തത്. പക്ഷെ മനോഹരമായിട്ട് ധനുഷ് അത് അഭിനയിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. ധനുഷിന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ വളരെ ബ്യൂട്ടിഫുള്ളി അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആക്ടർ. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ആരാണത്? എന്റെ പേര് ദേവിശ്രീ എന്നാണ്. ദേവിശ്രീ നമ്മളെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഈ ഒരു ഷോയിൽ ആദ്യമായിട്ടാണ്. വേറെ ഏത് ഷോയിലാണ് വിളിക്കുന്നത്? മുന്നേ ഏതൊരു ഷോയിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല. ദേവിശ്രീ എന്ത് ചെയ്യണു? ഞാനിപ്പോ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, നാട്ടില് വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിൽ എവിടെയാണ് വർക്ക് ചെയ്തത്? ഏത് ഫീൽഡിലായിരുന്നു? ഞാൻ ബാങ്കിങ്ങിലായിരുന്നു. ബാങ്കിങ്ങില്. അപ്പൊ ഇവിടെ ജോലി നോക്കണ്ടോ അതോ? നോക്കുന്നുണ്ട്. കോഴ്സ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വന്നിട്ട് അധികമായില്ല, ഇപ്പോ 1 year ആയതേ ഉള്ളൂ. 1 year ആയതേ ഉള്ളൂ. ആരൊക്കെ ഉണ്ട് ഇവിടെ? ഹസ്ബൻഡും ഞാനേ ഉള്ളൂ ഇപ്പൊ. ന്യൂലി വെഡഡ് കപ്പിൾ ആണോ? 4 വർഷമായി. 4 വർഷമായി. ഫെയർലി ന്യൂ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടി ഇന്നാണോ കണ്ടത് വിളിക്കാനായിട്ട്? ഞാൻ വൈകിട്ട് ഈവനിങ് നമ്മൾ TV വയ്ക്കുമ്പോ ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ അപ്പൊ ഇന്നൊന്ന് വിളിച്ചു നോക്കി അല്ലേ? അതെ, എന്നൊന്ന് വിളിച്ചു നോക്കി. ദേവിശ്രീ പാട്ട് പാടുവോ? പാട്ട് പാടും, പക്ഷെ ഇപ്പൊ കൊറേ നാളായിട്ട് ടച്ച് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കും. ഞാൻ കുഴപ്പമില്ല, മുരുകേഷ് അങ്ങനെയാണ്. സാരമില്ല, പാടിക്കോ, കുഴപ്പമില്ല, ഞാനൊന്നും പറയില്ല. ഓക്കെ. ദേവിശ്രീ എന്താണ് മെലഡി ഡ്രീംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്? നന്നായി പാടുണ്ട് കേട്ടോ. ഇതിന്റെ അടുത്ത സീസൺ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസ് ഈ വർഷം മുഴുവൻ ഒരുപാട് എല്ലാ മാസവും നമ്മൾ ഇവന്റ്സ് നടത്തുന്നുണ്ട്. അപ്പം അപ്ലൈ ചെയ്യണം, പാടാൻ. എന്താണ് ഇവിടുന്ന് അവർ പ്രാക്ടീസ് സെഷൻ ഒക്കെ തരും. ഞാൻ ആഡ് കണ്ടിരുന്നു. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈം പ്ലീസ് ഡു ട്രൈ കേട്ടോ. നന്നായി പാടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരുപാട് പേര് പാട്ടുകാരാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ തട്ടിമുട്ടിയും ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ പാടി എത്തിച്ച് പാട്ടുകാരാണെന്ന ലേബലിൽ നടക്കാൻ ശ്രമിക്കും. മനസ്സിലാവുന്ന ശരിയായ ജ്ഞാനമുള്ളവരെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ കഴിവുള്ളവര് ഒരുപാട് നാളായി ഇങ്ങനെയൊക്കെയാണല്ലോ കൂടി തട്ടി നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു അവസരം ഉള്ളപ്പം അത് നമുക്ക് ബ്രഷപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ കുറച്ച് പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ഉണ്ടാവും ഓർക്കസ്ട്രയുടെ കൂടെ. അപ്പൊ അതൊരു നല്ലൊരു അവസരമാണ്.
ഈ നമ്മൾ ഈ വാളില്ലേ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാള് അത് എപ്പോഴും തിളങ്ങി നിൽക്കണമെങ്കിൽ ഒന്ന് യുദ്ധത്തിന് കൊണ്ടുപോകണം. അപ്പൊ ആതിരെ കണക്കുള്ള ആളാണ്, പേടിയുള്ള ആളാണെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ മൈക്ക് കുത്തണം, എന്നാലും പറയുന്നേക്കാൻ പറ്റും. അപ്പൊ ഈ മൈക്ക് ഭസ്മത്തി ഇട്ട് വെക്കണം എന്ന് പറയും. ഈ മൈക്ക് വാള്, ഈ വാള് ഭസ്മത്തി ഇട്ട് വെച്ചിട്ട് അത് കൂടെ എടുത്തിട്ട് മിനുക്കണം, എന്നാലും അതിനൊരു തിളക്കം ഉണ്ടാവുള്ളൂ എന്ന് പറയും. അതുപോലെയാണ് നമ്മുടെ കിട്ടിയേക്കുന്ന കഴിവുകളും. ഇപ്പൊ പെയിന്റിംഗ് ആയാലും അഭിനയമായാലും എന്തായാലും മുരുകേശ് നാക്ക് അടക്കി വെക്കാത്തത്, കാരണം അതിട്ട് അങ്ങ് അലക്കിക്കൊണ്ടിരിക്കും. അല്ല, അങ്ങനെയാണ്. നാക്കില്ലെങ്കിൽ എന്നെ പെട്ടി എടുത്തോണ്ട് പോയെന്ന് പണ്ടുള്ള ഒരു ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ദേവശ്രീ നാട്ടിലെവിടെയാ? ഞങ്ങൾ കൊല്ലമാണ്. കൊട്ടാരക്കര. അതെ. ഓക്കെ. അപ്പൊ എന്തായാലും ദേവശ്രീയുടെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. ഇനി ഒരു പാട്ടും കൂടെ പാടാനുള്ള ഒരു അവസരമാണ്. ഗസ്റ്റ് സോങ് ആണ് കേട്ടോ. എന്നോട് എന്തിനാ അത്ര ദേഷ്യം? കാവ്യ മാധവൻ, ഇന്ദ്രജിത്ത്, രവീന്ദ്രൻ, പി ജയചന്ദ്രൻ മോട്ടോർ ബൈക്കിൽ തുടങ്ങുന്ന ഗാനരംഗം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഉഗ്രം പാട്ടാ. മനോഹരമായ പാട്ടാ. എനിക്ക് ഭയങ്കര എന്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ്. അതെന്നെ പാടിക്കോ. പാടിക്കോ ദേവശ്രീ. ദേവശ്രീ അല്ല, ഇടയ്ക്ക് നെറ്റ് ഒന്ന് ഡ്രോപ്പ് ആയിരുന്നു. ഓ അതെയാ. ആവണി പൊയ്കയിൽ നാണമൊലും ആമ്പലോ മാനത്താൽ മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമണിയും ഒരു മാനത്താൽ മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമണിയും ഒരു അപ്പൊ എന്തായാലും ദേവശ്രീ അടിപൊളിയായിട്ട് പാടി. കൂടാതെ നമ്മുടെ നരേഷ് അയ്യറിന്റെ ഇപ്രാവശ്യത്തെ ഹിറ്റ് മെലഡി ഡ്രീംസ് കാണാനുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റും കിട്ടിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും വരിക, വന്ന് ഇവന്റ് വിറ്റ്നസ് ചെയ്യുക. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇവന്റ് എന്ന്. സോ നെക്സ്റ്റ് ടൈം യു ക്യാൻ പാർട്ടിസിപ്പേറ്റ്. സ്ക്രീനിൽ നമ്പർ വരും, ആ നമ്പറിൽ വിളിക്കുക. വിളിച്ചിട്ട് നാളെ ടിക്കറ്റ് ക്ലെയിം ചെയ്യുന്ന ഡീറ്റെയിൽസ് എടുക്കുക. വെന്യൂവില് നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡിയോ ഐഡന്റിറ്റി കാർഡുമായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ, ടിക്കറ്റ്. അവിടെ കാണാം ദേവശ്രീ. അപ്പൊ ഇനിയും വിളിക്കുക. ഓക്കെ, ബൈ ബൈ. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? ഗഫൂർ. എന്തുണ്ട് വിശേഷം? എവിടെ ഉണ്ട്? നല്ല വിശേഷങ്ങൾ. എവിടെയായിരുന്നു ഇത്രയും കാലം? അന്ന് നമ്മള് എന്താണ് ഏതൊരു ദിവസം ഗഫൂർക്ക് നമ്മളടുത്ത് ചോദിക്കേണ്ട ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്. അതെ, ആ ലൈൻ പ്രോബ്ലം ഉള്ള ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ എന്തൊക്കെ വിശേഷം കണ്ടപ്പോ വേഗം വിളിച്ചു. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ജീവിതമൊക്കെ എങ്ങനെ പോണ ഗഫൂർക്ക? നല്ല വിശേഷം. ഞാൻ ഇപ്പൊ ഇങ്ങനെ പരിപാടി കണ്ടോണ്ടിരിക്കുമ്പോഴേ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ചാൻസ് കിട്ടുമോ വെച്ചിട്ട് വിളിച്ചതാ. എന്റെ സിനിമയിലും ആതിരയുടെ കൂടെ ഗഫൂർക്കയെ ഞാൻ കാസ്റ്റ് ചെയ്തിരിക്കുന്നു. അമേരിക്കയിലുള്ള അമ്മായി അമ്മാവനെ കാണിക്കൂല സിനിമയിൽ, പറയേ ഉള്ളൂ. കണ്ടോ ഗഫൂർക്ക അങ്ങനെയല്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്താണ് വിശേഷം? അങ്ങനെയാണ് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ആ സിനിമ മിക്കവാറും നടക്കില്ല. ഇനിയിപ്പോ നിങ്ങൾ ലീഡ് റോള് ചോദിച്ചില്ല, ഞാൻ പിൻവലിച്ചു. ഇല്ല, ആതിരയ്ക്ക് കൊടുക്കും ഞാൻ റോള്. ഇതെന്താന്നറിയാമോ ഗഫൂർക്ക കഥ? ഇനിയിപ്പോ ഞാൻ കാരണം കൊണ്ട് നിങ്ങളുടെ ഇടയിൽ അടി വരണ്ട. ഒരു കൊലപാതകം, ഒരു മർദ്ദനം നടക്കുന്നു. അതാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഫുള്ള് ആതിരയുടെ പേരെടുക്കും. ആദ്യ ശവം കാണിക്കും, പിന്നെ ഫുള്ള് അഭിനയിച്ച് തകർത്തോണം. അപ്പൊ എന്താണ് ഗഫൂർക്കയുടെ വിശേഷം പറയൂ? നല്ല വിശേഷങ്ങൾ. ആ ചപ്പാത്തിയും ഗ്രീൻ പീസും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അടിപൊളി. ഗ്രീൻ പീസ് അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ് കറി. ഞാനത് നമ്മുടെ വീട്ടിലത് പുട്ടിന്റെ കൂടെയും കഴിക്കും, എല്ലാത്തിന്റെ കൂടെ. ആതിരയ്ക്ക് അങ്ങനെ ഒരു അപ്പത്തിന്റെ കൂടെയും കഴിക്കും. അല്ല, അതിൽ എന്തും കഴിക്കുന്ന എന്തും കഴിക്കും. പണിക്കാരുടെ സിമന്റിന്റെ ഗ്രൗട്ട് കലക്കി വെച്ചാൽ അത് വേണമെങ്കിലും മുക്കി തിന്നോളൂ, അതൊന്നും ഒരു വിഷയമില്ല. അതിന് അങ്ങനെയല്ല കേട്ടോ. പാമ്പിനെ തിന്ന നാട്ടിൽ പോയി നടുക്കഷ്ണം കഴിക്കാലോ. എവിടെ? ആര് തല തിന്നും? പാമ്പിന് അതൊന്നും കഴിക്കില്ല ഞാൻ. ഞാനോ? പാമ്പൊന്നും കഴിക്കില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. നമ്മൾ ബിരിയാണി കഴിക്കും.
പാമ്പ് ബിരിയാണി ഉണ്ടാക്കി no. താറാമുട്ട ഭംഗിക്ക് 2 കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പറയൂ. അപ്പൊ ഈ ഇത് കഴിച്ചിട്ട് ഇനി എന്താണ് പരിപാടി? ടി വി കാണും? ഇല്ല, കഴിച്ചു കഴിഞ്ഞു. കുറച്ചേരം ഇന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യും. ചാപ്റ്റർ ക്ലോസ്. പിന്നെ കിടന്നുറങ്ങും. പിന്നെ കിടന്നുറങ്ങണം. അപ്പൊ ഈ വീട്ടിലേക്ക് എന്നും കൃത്യസമയത്ത് കിടന്നുറങ്ങാറുണ്ടോ? മാക്സിമം 11 മണി. മാക്സിമം. കാരണം എന്റെ കൂട്ടുകാര് പറയും, ഈ അവര് വിളിക്കുന്നെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ വിളിക്കും, വൈകുന്നേരം ഒന്ന് വിളിക്കും. കാരണം രാത്രി വിളിക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാട്ടിൽ നിന്ന് ബന്ധുക്കളുടെ വല്ല ചൊറിയുന്ന കാര്യവും കേൾക്കും, എന്നിട്ടുള്ള സമാധാനം പോകും. അപ്പൊ കിടന്നുറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് വൈകുന്നേരത്തുള്ള വിളി കുറയ്ക്കുന്നതാണ്. പക്ഷേ ഗഫൂർക്ക നാട്ടുകാരെല്ലാം നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഗഫൂർക്ക നമ്മൾ ചോദ്യം ചോദിക്കാം. മുരുകേഷ് ചോദിക്കൂ, കൈ കെട്ടി നിൽക്കാതെ. മസിൽ എന്തോ കൂടി പോയി തോന്നുന്നു. കൈ കെട്ടി നിൽക്കുന്നത് ഒരു തെറ്റാണോ? നീ കുറച്ച് സ്വർണ്ണ ചെരുപ്പിട്ടുകൊണ്ട് വന്നെന്ന് പറയുന്നത് റോയൽ ഫാമിലി ആവുന്നില്ല. എക്സ്ക്യൂസ് മീ, ഞാനത് സ്വർണ്ണ ചെരുപ്പ് ഇട്ടാലും ഇട്ടില്ലെങ്കിൽ റോയൽ ഫാമിലി. ഇതിനെ കണ്ട ഏതോ ഇല്ലാത്തേ പറയുള്ളൂ. ഗഫൂർക്ക, ഗസ് ദി മൂവി ആണേ. മൂവിന്റെ പേരാണോ? ആയിക്കോട്ടെ. മമ്മൂട്ടി, ഓക്കെ. സിദ്ദിഖ്, ചിരിയും പറഞ്ഞു. കൊച്ചിൻ ഹനീഫ. മമ്മൂട്ടി, കൊച്ചിൻ ഹനീഫ. സിദ്ദിഖ്, മറന്നുപോയി. സിദ്ദീഖ്. ലാൽ. മമ്മൂട്ടി, കൊച്ചിൻ ഹനീഫ, സിദ്ദീഖ്, ലാല്. ലാല് മറ്റേ ഉടുക്കത് ഗ്ലാമർ ഉണ്ടോ പന്നി? ആ ലാൽ. കുടുംബചിത്രം. മനസ്സിലായില്ല. പക്ഷിയുടെ പേര് ഉൾപ്പെട്ട സിനിമാ പേര്. പശുവിന്റെ പേര്. പശുവല്ല, പക്ഷി. പക്ഷി. പറവ. പക്ഷിയുടെ പേരുടെ സിനിമാ പേര്. അതേതാണോ? പശുവിന്റെ പേരാണ് ഏതാണ്? സിന്ധി, നാടൻ. പക്ഷിയുടെ പേരാണെങ്കിൽ സിദ്ദീഖ്, ലാൽ. ഇച്ചിരി കരയുന്ന സിനിമ. മനോഹരമായ ഒരു പക്ഷിയാണ്. ഒരു കുടുംബചിത്രം. ഇത് അധികം പറക്കൂല ഈ പക്ഷി. പക്ഷെ അത് മോഹൻലാലെ പടം അറിയില്ല. അരയന്നങ്ങളുടെ വീട്. ഓ, അതെ, അരയന്നങ്ങളുടെ വീട്. അപ്പൊ എന്തായാലും സാരമില്ല ഗഫൂർക്കയ്ക്ക്. പക്ഷെ എന്തായാലും നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ ഒരു കിട്ടിയിട്ടുണ്ട്. ഗേൾഫ്രണ്ടിനെ കൊണ്ടുവരാം. അപ്പൊ എന്തായാലും വീട്ടിലോട്ട് വിളിക്കുമ്പോ നമ്മുടെ അന്വേഷണം പറയൂ. അതെ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗഫൂർക്ക. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിങ്. ആരാണത്? മുഹമ്മദാണ്. മുഹമ്മദിന്റെ കുഞ്ഞു ഭാവിയുണ്ടല്ലോ കയ്യില്. ഉണ്ട്. എന്താണ് ആളുടെ പേര്? ഫാത്തിമ. ഫാത്തിമയ്ക്ക് ഫോൺ വേണം എന്നാണോ പറയുന്നത്? ഇല്ല, ഫാത്തിമ ഇവിടെ കണ്ടോണ്ടിരിക്കുവാ നിങ്ങളെ. അത് ശരി. ഫാത്തിമയ്ക്ക് എത്ര വയസ്സായി? ഫാത്തിമയ്ക്ക് എത്ര വയസ്സായി? സ്കൂളിൽ പോയി തുടങ്ങിയോ? ഈ വർഷം? അടുത്ത വർഷം പോകത്തുള്ളൂ. മേ ബി ആ 4 ആയി കാണത്തില്ല അല്ലേ? ഏപ്രില് 8 മാസം കൂടെ ആവണം. അതാണ് കുഴപ്പമില്ലേ കുട്ടികളുടെ ഒരു വർഷം. പക്ഷെ ഒരു പക്ഷേ നല്ലതാണ്, നല്ലതന്നെ. കുറച്ചുകൂടെ ഒരു ബോധം വരും ആ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ. ഓക്കെ. മോഹൻ നമ്മളെ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഞാനല്ല, വൈഫാണ് വിളിക്കുന്നത്. എന്തായിരുന്നു വൈഫിന്റെ പേര്? സുറുമി. സുറുമിയായ ഓർമ്മയുണ്ട്. മുഹമ്മദ് ഉണ്ട്. പിന്നെ അപ്പൊ മുഹമ്മദ് എന്ത് ചെയ്യുന്നു ഇവിടെ? ഹലോ, അതാണോ പണി? എന്താ എന്ത് ചെയ്യുന്നു ഇവിടെ? ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക. ജോലിയല്ലേ. മുഹമ്മദ് പാട്ട് പാടുവോ? ഇല്ല, പാടത്തില്ല. ഫാത്തിമ പാടുവോ? ഫാത്തിമ പാടുക 4 വയസ്സല്ലേ ഉള്ളൂ. സുറുമി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, ഫാത്തിമ 4 വയസ്സായ കുട്ടി പാട്ട് പാടിക്കൂടെ? ഐഡിയ സ്റ്റാർ ടോപ്പ് സിംഗറിലൊക്കെ കുട്ടികളൊന്ന് പാടുന്ന കാണണം, കുഞ്ഞു കുട്ടികൾ. അബദ്ധം പറ്റി വീണ് കിടന്ന് ഉരുണ്ടാരും അതിൽ കിടന്ന്. ഫാത്തിമ പാടാന്ന് പാടില്ലേ? മോള് പാടും. ഓടിക്കളഞ്ഞ. ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കട്ടെ? മുഹമ്മദ് നേരെ കാര്യം ചോദിക്കട്ടാ? ചോദിക്കും. അതായത് ഇവിടെ വരുന്ന ചെറുപ്പക്കാരിൽ പലർക്കും ചെറുപ്പത്തിലെ ഒരുപാട് കഴിവുകൾ ഉണ്ടായി. ചിലർ നല്ലപോലെ ക്രിക്കറ്റ് കളിക്കും. എനിക്കറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ ഈ ചാനലിന്റെ GM തന്നെ നിഷാദ് നല്ലൊരു സ്പോർട്സ്മാൻ ആണ്, കണ്ടാ തോന്നൂലെങ്കിലും. നാട്ടില് വളരെ നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു കഴിവ് മുഹമ്മദിന് ഉണ്ടോ? ക്രിക്കറ്റ്, ബാഡ്മിന്റണിലൊക്കെ കളിക്കും, നന്നായി കളിക്കും. കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിപ്പോ എന്തെങ്കിലും ഞാൻ കളിക്കാറില്ല. സമയം കണ്ടെത്തി പോണം മുഹമ്മദ്, എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കളിക്കും. വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഞാൻ എന്റെ ചോദ്യം ചോദിക്കാം. ഗെസ് ദ മൂവിയാണ്. ദിലീപ്, ലാലു അലക്സ്, ഇന്നസെന്റ്, സലീം കുമാർ എന്നിവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ദിലീപിന്റെ 2 രൂപത്തിലുള്ള കഥാപാത്രമുണ്ട്. 2 നായികമാരുള്ള ചിത്രം. ദിലീപ്, ലാലു അലക്സ്, ഇന്നസെന്റ്, സലീം കുമാർ.
ദിലീപിന്റെ 2 രൂപത്തിലുള്ള കഥാപാത്രമുണ്ട് ഇതിന്റെ അകത്ത്. സായികുമാറുണ്ട്. 2 നായികമാരുള്ള ചിത്രം. സായികുമാറില്ല അല്ലേ? സായികുമാറിന്റെ പേരിന്റെ അകത്തില്ല. ഒരു ക്ലൂ തരാമോ? ബർഗർ. ഫുഡ്. ബർഗർ. ഫുഡ്. അതാണ് ആതിര കണ്ണാടി വെച്ച് കണ്ടിട്ടുണ്ടോ? പുലിവാൽ കല്യാണം. അല്ല, ആതിര കണ്ണാടി വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ക്ലൂവേ വേണ്ട. പച്ചക്കുതിര. പൊളിച്ച്. കണ്ണാടി വെച്ച് കണ്ടോണ്ടല്ലേ? കേൾക്കുന്നില്ല, നിങ്ങളുടെ ഡബിൾ ആണ് സൗണ്ട് കേൾക്കുന്നത്. മുരുകേഷ് മിണ്ടാതിരിക്കൂ. പച്ചക്കുതിര കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാണ് കേട്ടോ മുഹമ്മദ്. താങ്ക് യു. സമ്മാനം ഉണ്ടോ? സമ്മാനം ഉണ്ടല്ലോ. ഹിറ്റ് മെലഡി ഡ്രീംസ് കാണാനുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റ് ആണ് സമ്മാനം. നരേഷ് മ്യൂസിക്കൽ ഈവനിങ് ആണ്. അപ്പൊ ഈ വരുന്ന ഓഗസ്റ്റ് 31 ശനിയാഴ്ച വൈകുന്നേരം 6:30 ഹെസ സ്ട്രീറ്റിലുള്ള ദുബായ് അമേരിക്കൻ അക്കാഡമിയിൽ വെച്ചാണ് നടക്കുന്നത്. ഒരു സെക്കൻഡ് നിരഞ്ജൻ, ഒന്നുമില്ല സമ്മാനം. ഹലോ, ഓക്കെ. എന്തായാലും വേറെ ഒന്നുമില്ലേ? അന്ന് ഡ്യൂട്ടി ഉണ്ട്. മുഹമ്മദ്, ഒരു ചെറിയൊരു അബദ്ധം പറ്റി. ആതിരയുടെ മുഖം കണ്ടിട്ട് ഇത് പച്ചക്കുതിര എന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥ ഉത്തരം കല്യാണരാമനായിരുന്നു. കല്യാണരാമൻ 2 രൂപ. ഓക്കെ അങ്ങനെ വയസ്സായിട്ട് കാണിക്കണ്ടല്ലോ, അതായിരിക്കും. ഓക്കെ, പക്ഷെ സാരമില്ല. പക്ഷെ സമ്മാനം സ്റ്റിൽ ഇസ് ദേർ കേട്ടോ. തെറ്റേണ്ടത് മാത്രമാണ് കേട്ടോ മുഹമ്മദ്. സ്റ്റിൽ ആ സമ്മാനമുണ്ട്. പക്ഷെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ മുഹമ്മദ്? ആണോ? എനിക്ക് തോന്നുന്നു അവിടെ ഓഡിയോ കുറച്ച്. അപ്പൊ എന്തായാലും മുഹമ്മദ് വരാൻ ശ്രമിക്കൂ. വരാൻ പറ്റുമെങ്കിൽ വരിക. വന്ന് ആ ഒരു ഈവനിങ് ആസ്വദിക്കുക. ഓക്കെ, ബൈ. സുറുമിയോട് അന്വേഷണം അറിയിക്കുക. ഹലോ, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? തസ്വീൻ. ആരാണ്? തസ്വീൻ. THESBIN അതാണോ? THASWEEN. അതാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ നാട്ടിലെ പേര് ഇങ്ങനെയാണ് സ്പെല്ല് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും തസ്വീൻ, ആരാണ് ഈ ചതിച്ചത്? എങ്ങനെ? ഈ പേര് ആരാണ് ഇട്ടത്? പേര് ഫാദർ. എന്താണ് ഇതിന്റെ അർത്ഥം? ക്ലിയർ ഇല്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ പേരിന്റെ അർത്ഥം നമ്മളെ എന്താ പറയാ, പ്രോഫിറ്റിന്റെ ഒരു കൂട്ടുകാരന്റെ പേര്. റിലീജിയസ്ലി റെലവൻസ് ഉള്ള പേരാണ് അല്ലേ? തസ്വീൻ എന്ത് ചെയ്യണു? പക്ഷേ തസ്വീന്റെ ഗുണം ഈ പേരിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ജെൻഡറാണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? തസ്വീന ചിലപ്പോ അതെ അറിയാത്തവര്. ബ്യൂട്ടിഫുൾ. നിങ്ങള് പറയുന്ന ക്ലിയർ ആവുന്നില്ല. ആര്? മുരുകേഷ് പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളെ ഓക്കെയാണ്, പക്ഷെ മറ്റേതെന്തോ ഒരു വെരി ബാഡ്. യു കീപ് ക്വയറ്റ്. എനിക്ക് തസ്വീൻ നാട്ടിൽ എവിടെയാണ്? വെള്ളത്തിൽ വിട്ടു വെച്ചിരുന്ന തലശ്ശേരി. ഓക്കെ. ഇപ്പൊ ഓണത്തിന് നാട്ടിൽ പോകുന്നുണ്ടോ? അതോ പോയിട്ട് വന്നോ? വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ്? ഇല്ല, പോയിട്ടില്ല. ഓക്കെ. ആ കുഞ്ഞു വാവകളുണ്ടല്ലോ അവിടെ. ഒരു വാവയാണോ 2 വാവയാണോ? 3 ആളുണ്ട്. എന്താണ് അവരുടെയൊക്കെ പേര്? സീന, സവ, സാഹിൻ. ഓഹോ, അടിപൊളി. സീന, സവ, സാഹിൻ. എല്ലാ സായാണല്ലേ? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ പേരിടില്ല. എന്താ? ലാസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കേണ്ടി വരും. ഹോൾ ടിക്കറ്റ് ലാസ്റ്റിലേ കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്തായാലും തസ്വീൻ ഇന്ന് മുരുകേഷൻ ടീമിലാണ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെ കുട്ടിക്ക് ക്ലിയർ ആവില്ല. കുട്ടിയോ? അല്ല, 3 കുട്ടികളുടെ വാപ്പയാണ് തസ്വീൻ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഗസ് ദി സോങ് ആണേ. സോങ് ആണ്. കേൾക്കുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ വീണ്ടും പറയാം. ഇതിന്റെ ക്ലൂ ഇതാണ്. മമ്മൂട്ടി. എങ്ങനെ? മമ്മൂട്ടി, ലക്ഷ്മി മരക്കാർ, പ്രിയാരാമൻ, സത്യൻ അന്തിക്കാട് സിനിമ താരാട്ട് പാട്ട്. സത്യൻ അന്തിക്കാടിന്റെ ഫിലിം. മമ്മൂട്ടി, ലക്ഷ്മി മരക്കാർ, പ്രിയാരാമൻ. അതാണ് ലക്ഷ്മി മരക്കാർ. എന്താ ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? ക്ലൂ എന്ന് പറഞ്ഞാൽ താരാട്ട് പാട്ട്. അതാണ് ക്ലൂ. അത് തന്നെ. എനിക്ക് സിനിമ മനസ്സിലായി. 2 കുട്ടികളൊക്കെ ഉണ്ട് മമ്മൂട്ടിക്ക്. 2 കുട്ടികളും മമ്മൂട്ടിയൊക്കെ ആയിട്ടുള്ള ഒരു പാട്ടാണ്. കുറച്ച് പഴയ ഒരു സിനിമയാണ്. കുറച്ച് പഴയതാണോ? ഒരു സാഡ് മൂവിയാണോ? അല്ല, ഒരു നല്ല മൂവിയാണ്. സാഡ് മൂവി എന്ന് പറയാൻ പറ്റില്ല. പ്രിയാരാമൻ. മമ്മൂട്ടി, സത്യൻ അന്തിക്കാട് പടം. അതാ അത് ഭയങ്കര ഒരു അത് അധികം ഇല്ല. ഇല്ല, അതല്ലേ
അതെ അപ്പൊ ആക്ച്വലി ഇത് നമ്പർ 1 അല്ല നമ്പർ 1 സ്നേഹതീരം സ്നേഹതീരം. അതാണ് നമ്പർ 2 മദ്രാസ്മയിൽ പറയാൻ പോയത്. ആ നമ്പർ 1 സ്നേഹതീരത്തിലുള്ള ഓക്കെ അപ്പൊ പാട്ട് നിരഞ്ജൻ എങ്ങനെ മേലേ മേലേ മാനം നാനന്നീലേ മഞ്ഞിൻ കൂടാരം. അത് സത്യനന്ദി ഫാസിലാണ് ഡയറക്ടർ. ഫാസിലാണ് ഡയറക്ടർ അല്ലേ? കറക്ഷൻ ഉണ്ട്. ആ ഫാസിലാണ് ഡയറക്ടർ അപ്പൊ ഒരു ചാൻസ് കൂടെ തരാം. തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഒരു നമ്മൾ ചാൻസ് കൂടെ തരും. ആഹാ അടുത്തത് കറക്റ്റ് ചെയ്തോ. മിടുക്കനാണല്ലോ തസ്വീൻ. Guess പേര് the പോലെ movie. തന്നെ. ഗസ് ദ മൂവി. ഗസ് ദ മൂവിയാണ്. സിദ്ദിഖ്, ജഗദീഷ്, സുനിത, സുചിത്ര. ക്ലൂ വീഡിയോഗ്രാഫേഴ്സ് ആയ സുഹൃത്തുക്കൾ CM-ന്റെ മരണം ഷൂട്ട് ചെയ്യുന്നു. ആ നല്ലൊരു CM-ന്റെ മരണം ഷൂട്ട് ചെയ്യുന്ന വീഡിയോഗ്രാഫേഴ്സ് ആയ സുഹൃത്തുക്കൾ സിദ്ദിഖ്, ജഗദീഷ്, സുനിത, സുചിത്ര. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. മൂവി എനിക്ക് അറിയാൻ പേര് ഓർമ്മ. എനിക്ക് ഓർമ്മ ഫിലിമിന്റെ പേരാ പറയണ്ടേ? അതെ ഫിലിം അറിയാം പക്ഷെ ഏതാ പഴയ ഫിലിമാ. മാന്ത്രിക ചെപ്പ്. മാന്ത്രിക ചെപ്പ്. അതെ സാരയില്ല. സാരമില്ല, തസ്വീന് എന്തായാലും ഹിറ്റ് മെലഡി ഡ്രീംസ് കാണാനുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഈ വരുന്ന 31 ഓഗസ്റ്റിനാണ്. 31 ഓഗസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ നമ്പർ എഴുതി കാണിക്കും. ആ നമ്പറിൽ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ടിക്കറ്റ് കളക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അവർ പറയും. ഓക്കെ Okay, താങ്ക്സ് ഫോർ കോളിംഗ്. ഗുഡ് നൈറ്റ്. ഓക്കെ അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് വിളിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇന്ന് വിളിച്ച എല്ലാവർക്കും തന്നെ നമ്മുടെ നരേഷ് അയ്യന്റെ ഹിറ്റ് മ്യൂസിക്കൽ ഡ്രീംസ് മെലഡി ഡ്രീംസ് ഹിറ്റ് മെലഡി ഡ്രീംസ് കാണാനുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റ് ഇന്ന് വിളിച്ച എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ സ്ക്രീനിൽ ആ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ ടിക്കറ്റ് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും. സോ യു ഹാവ് ടു ഗോ ടു ദ വെന്യൂ വിത്ത് യുവർ എമിറേറ്റ്സ് ID. പക്ഷേ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പേര് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അതല്ലാതെ ടിക്കറ്റ് എടുക്കാനുള്ളവർ ticketify.com പോയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ വരുന്ന August 31 ഈ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നത് ദുബായ് അമേരിക്കൻ അക്കാഡമി. അപ്പോൾ മറ്റൊരു കാര്യം, നമ്മുടെ UBL TV അതെ നമ്മുടെ ഒരു മൂവി ഫെസ്റ്റ് നടക്കുകയാണ്. പോലീസ് മൂവി ഫെസ്റ്റ്. അപ്പം നമുക്ക് എല്ലാ പോലീസ് മൂവീസും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പോലീസ് മൂവി, ഉദാഹരണത്തിന് സല്യൂട്ട് എന്ന് പറയുന്ന സിനിമ ദുൽഖറിന്റെ ഒരുപാട് പേര് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ OTT റിലീസ് ആയ സിനിമയാണ്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ കാണണം എന്ന ആഗ്രഹമുള്ളവർക്ക്, പോലീസ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പൊ കാണാം. എന്തായാലും നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച ഇതുപോലെ ഇങ്ങനെ ഇതേ സമയം 8 തൊട്ട് 9 വരെ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. You guys take safe, take care and good night. Good night.